തിയേറ്ററുകൾ ഉത്സവപ്പറമ്പാക്കി മുന്നേറുകയാണ് മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിലൊരുങ്ങിയ തുടരുമെന്ന മലയാള സിനിമ. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത എമ്പുരാൻ 325 കോടി രൂപയ്ക്കുമേലാണ് സ്വന്തമാക്കിയത്. റിലീസ് ചെയ്ത് 40 മണിക്കൂറിനുള്ളിൽ തന്നെ എമ്പുരാൻ 100 കോടി ക്ലബിൽ കയറിയിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. അതും തുടർച്ചയായി റിലീസ് ചെയ്ത 2 ചിത്രങ്ങൾ. എമ്പുരാൻ റിലീസ് ചെയ്ത് 1 മാസം തികയും മുൻപാണ് തുടരും റിലീസ് ചെയ്യുന്നത്. തരുൺമൂർത്തി എന്ന സംവിധായകന്റെ 3ാമത്തെ ചിത്രം കൂടിയാണ് തുടരും. എന്നാൽ കാലങ്ങളായി മലയാള സിനിമാ പ്രേമികൾക്ക് നഷ്ടപ്പെട്ട മോഹൻലാൽ എന്ന നടനെയാണ് ഈ ചിത്രത്തിലൂടെ തിരികെ കിട്ടിയതെന്നാണ് ചിത്രം കണ്ടവരുടെ അഭിപ്രായം. വലിയ തള്ളുകളൊന്നുമില്ലാതെ എത്തിയ തുടരും തിയേറ്ററിൽ വിജയക്കുതിപ്പ് തുടരുകയാണ്. വലിയ പ്രൊമോഷനുകളുമായി എത്തിയ എമ്പുരാന് വിവാദങ്ങളെയും നേരിടേണ്ടതായി വന്നിരുന്നു. എന്നിട്ടും സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി. എന്നാൽ എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റിപ്പോർട്ട് മാത്രം നേടിക്കൊണ്ടാണ് തുടരും മുന്നേറുന്നത്. ചിത്രം 100 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. മോഹൻലാൽ തന്നെയാണ് ഈ വിവരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ചിത്രം അതിവേഗം 200 കോടി ക്ലബിൽ കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി, 75 കോടി, 100 കോടി, 150 കോടി, 200 കോടി, ഇപ്പോൾ 300 കോടി സിനിമകളെല്ലാം ലാലിന്റെ സാന്നിധ്യമുള്ളതായിരുന്നു. അങ്ങനെ വരുമ്പോൾ മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടൻ എന്നതിനപ്പുറം ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ചൊരു ബ്രാൻഡായി ലാൽ തന്റെ കരിയർ ഗ്രാഫ് ഉയർത്തിയിരിക്കുകയാണ്. തുടരും സിനിമ 200 കോടി ക്ലബിലെത്തിയാൽ 1 മാസത്തിനിടെ 200 കോടി ക്ലബിൽ കയറിയ ഇന്ത്യയിലെ ഏക നടൻ എന്ന വിശേഷണവും മോഹൻലാലിന്റെ പേരിലാകും. 170 കോടിക്കുമേൽ ചിലവ് വന്ന എമ്പുരാനെ അപേക്ഷിച്ച് ഏകദേശം 20 കോടിയോളം ബജറ്റിലാണ് തുടരും ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ നിർമ്മാണ ചെലവ് വെച്ച് നോക്കിയാൽ എമ്പുരാനേക്കാൾ ലാഭം തുടരുമെന്ന സിനിമ നേടുമെന്നുറപ്പാണ്. തുടരും സിനിമയെക്കുറിച്ച് അതിന്റെ പിന്നണി പ്രവർത്തകർ വലിയ അവകാശവാദങ്ങളൊന്നും ഉയർത്തിയിരുന്നില്ല. എന്നാൽ മൗത്ത് പബ്ലിസിറ്റിയാണ് ചിത്രത്തെ വലിയ വിജയത്തിലേക്ക് ഉയർത്തിയത്. മറ്റ് ഇൻഡസ്ട്രികളെ വച്ച് നോക്കുമ്പോൾ ഒരു ബമ്പർ ഹിറ്റ് സിനിമ നിർമ്മിക്കാൻ 100 കോടിയിലധികം മുതൽ മുടക്ക് വേണം. അവിടെയാണ് താരതമ്യേന ചെറിയ ബഡ്ജറ്റുള്ള സിനിമകൾ വെച്ച് മോഹൻലാൽ തിയേറ്ററിൽ മാജിക് കാണിക്കുന്നത്. ഇതിനു മുൻപ് ദൃശ്യം, നേരു തുടങ്ങിയ സിനിമകളും ഈ ഗണത്തിൽ പെടുത്താവുന്നതാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ അല്ലാതെ മറ്റൊരു നിർമ്മാതാവിന്റെ സിനിമയിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റിലേക്ക് മോഹൻലാൽ കടന്നുവരുന്നതും ഏറെ കാലത്തിനു ശേഷമാണ്. നരസിംഹം മുതലുള്ള മോഹൻലാലിന്റെ മിക്ക സിനിമകളും ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനിടെ വന്ന പുലിമുരുകൻ മാത്രമാണ് മറ്റൊരു ബാനറിന് കീഴിൽ നിർമ്മിക്കപ്പെട്ടത്. ടോമിച്ചൻ മുളകുപാടമായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ക്ലബ് ചിത്രമായ പുലിമുരുകൻ നിർമ്മിച്ചത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന വേവ്സ് എന്റർടൈൻമെന്റ് സുമിറ്റിൽ പ്രധാന താരമായി മോഹൻലാലും എത്തിയിരുന്നു. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സുമിറ്റ് അഥവാ വേവ്സിൽ അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ഷാറുഖ് ഖാൻ, അക്ഷയ് കുമാർ, ചിരഞ്ജീവി അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കൊപ്പമുള്ള ചിത്രം മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരുന്നു.